السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടികളെല്ലാം അവന്റെ പൊരുത്തത്തിൽ ആയി സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവന്റെ വിശുദ്ധ ഖുർആൻ വേണ്ട വിധത്തിൽ പഠിക്കുവാനും അതിലൂടെ ഈമാനിക ചൈതന്യം നേടുവാനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, സൂറത്തുൽ ഫാത്തിഹയുടെ 6-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ ഭാഷാപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ നാം കുറെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിറാത്തുൽ മുസ്തഖീം എന്നാൽ എന്താണ്? സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ വഴി നടത്തേണമേ എന്ന് നാം പറയുമ്പോൾ ഈ മുസ്തഖീമായ മാർഗം ഏത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉദിക്കുന്നുണ്ട്. അപ്പോ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന, ഇന്ന് ഒരുവിധം ദീനുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസുണ്ട്. ചില തൽപര കക്ഷികൾ ചില പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ അത് പറയുന്നത് കൊണ്ട് അവരും അത് പ്രചരിപ്പിക്കുന്നു. അതിങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അല്ലാത്തവരും നമ്മളെപ്പോലെയുള്ള ആളുകളും അത് എല്ലാ ഓർമ്മയിൽ വെക്കുന്ന ഒരു ഹദീസാണ്. അതെന്താണ്? തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. ഹിദായത്തിന്റെ നേരെ എതിരാണല്ലോ ലലാലത്ത്. നിങ്ങളിൽ 2 കാര്യം ഞാൻ ഉപേക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ 2 കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വലാല് സംഭവിക്കുകയില്ല, വഴികേട് സംഭവിക്കുകയില്ല, അപജയം സംഭവിക്കുകയില്ല. ആ വാലടക്കല് ശബ്ദം കുറക്കെന്തെങ്കിലും ചെയ്ത അതെന്താണ് 2 കാര്യങ്ങൾ? കിതാബുല്ലാഹി വസുന്നതി, അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാകുന്നു എന്ന്. അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാകുന്നു. അപ്പൊ അള്ളാഹിന്റെ കിതാബും സുന്നത്തും മാത്രമാണ് പിൻപറ്റേണ്ടത്, അല്ലാത്തതൊന്നും പിൻപറ്റാൻ പാടില്ല. മദ്ഹബുകളും മറ്റുള്ളതും ഒക്കെ പിന്നീടുണ്ടായതാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. അത് ഇതിന് പാരയാണ്. ഇവരൊക്കെ മദ്ഹബിന്റെ അയിമ്മത്തും മറ്റുള്ളവരൊക്കെ വിശുദ്ധ ഖുർആനിനെതിരിൽ ഒരു പാര നിർമ്മിച്ചതുപോലെ ഒരു ചിത്രീകരണം നടത്തുകയും ഖുർആൻ സുന്നത്തിലേക്ക് മടങ്ങൂ, ഖുർആൻ സുന്നത്തിലേക്ക് മടങ്ങൂ, ഖുർആൻ സുന്നത്തിലേക്ക് മടങ്ങൂ എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ കുറച്ച് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ സംശയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതൊരു വസ്തുതയാണ്. ഖുർആനിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, ഹദീസിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. ഇപ്പോ പല ആളുകളും, നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കാറുണ്ട്, അങ്ങനെ ബുഖാരിയിലുണ്ടോ, അങ്ങനെ മുസ്ലിമിലുണ്ടോ, അങ്ങനെ ഖുർആനിലുണ്ടോ?
ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പുത്തനാശയക്കാരനല്ലെങ്കിൽ പോലും അങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥ. എന്നാൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണത്. ആ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധം എല്ലാവർക്കും, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകർക്കുണ്ടാവണം. ആ ചോദ്യം തന്നെ അപകടമാണ്. മുളയിലെ നുള്ളിക്കളയേണ്ട ചോദ്യമാണ്. ഖുർആന് സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഞാനും നീയും ആരാ? ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ എഴുതിയ ഒരു ലേഖനമല്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത ഒരു പ്രസംഗമല്ല. അത് ഖുർആൻ അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമിനെ അതിനർഹമായ പരിഗണന നൽകിക്കൊണ്ടായിരിക്കണം ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള മലയാളത്തിലുള്ള സാഹിത്യകാരന്മാർ പലതരത്തിലുണ്ടല്ലോ. ആ നല്ല ശക്തനായ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ എഴുതിയ ഒരു പുസ്തകം സാധാരണക്കാരൻ വായിച്ചാൽ അത് അദ്ദേഹം ഉദ്ദേശിച്ച എല്ലാ കാര്യവും ഈ സാധാരണക്കാർക്ക് മനസ്സിലാവാറുണ്ടോ? മനസ്സിലാവാറില്ല. വ്യത്യാസമാണ്. പല രൂപത്തിലാണ്, വ്യത്യസ്തമാണ് അവസ്ഥ. ചില കൂടുതൽ വായിച്ച് പരിചയവും കാര്യശേഷിയും ബോധമൊക്കെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് ഒരു സാധാരണക്കാരൻ വായിച്ചാൽ മനസ്സിലാവില്ല. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഏതോ ഒരു കാര്യം മാത്രമാണ് അയാളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് അയാളുടെ സാഹിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളുടെ പുസ്തകത്തിൽ അയാൾ വിവരിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പോലും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ മനുഷ്യന്മാര് പല തരത്തിലാണ് എന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും സമ്മതിക്കും. തന്റെ ഇടമുള്ളവരൊക്കെ അത് സമ്മതിക്കും. യാതൊരു സംശയവും അതിലില്ല. എന്നാൽ അള്ളാന്റെ കലാമോ അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ളതാണ് എന്നൊരു രൂപത്തിൽ, അത് ആർക്കും അതിങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന രൂപത്തിൽ ഉള്ള ഈ സംസാരം വളരെ അപകടമാണ്. ദീനിനെ കൊണ്ടുപോയി ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും തന്നിഷ്ടപ്രകാരം ദീനിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന സിയോണിസ്റ്റുകളുടെ ദുഷ്ടലാക്കിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ നല്ല വാക്കുകൾ, നല്ല കാര്യങ്ങൾ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിൽ ബാത്തിലു എന്ന് പറഞ്ഞതുപോലെ യാഥാർത്ഥ്യം, ചില പ്രത്യക്ഷത്തിൽ സത്യമായ ചില കാര്യങ്ങൾ പറയുകയും എന്നാൽ അതിന്റെ പിന്നിൽ ദുരുദ്ദേശപരമായ ഒരു ബാത്തിലിനെ, ഒരു തെറ്റായ കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. ഇത് ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല. ഇത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും ഗൗരവത്തിൽ ആദ്യം ഈ വിഷയം പറഞ്ഞത്. വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. അതിനെ മനസ്സിലാക്കാൻ അതിൻ്റെതായ ആളുകളിലൂടെ കഴിയുകയുള്ളൂ എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. അത് ഇൻഷാ അള്ളാഹ് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ മുഖദ്ദിമ ഈ കാര്യം പറയുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതെന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാനുള്ളത് അത് വിശുദ്ധ ഖുർആൻ എന്ന് തന്നെയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അങ്ങനെയുണ്ട്. ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലെങ്കിൽ നബിയുടെ സുന്നത്തും അത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. അപ്പൊ ഒറ്റവാക്കിൽ സിറാത്തുൽ മുസ്തഖീമിന് ഖുർആൻ എന്നോ അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും എന്നോ രണ്ട് പറഞ്ഞാലും അത് ശരി തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. എന്നാൽ അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഖുർആനും സുന്നത്തും ഹിദായത്ത് ആകുന്നത്? ഇത് അല്പം വിശദമായി പറയേണ്ടതുണ്ട്. ഖുർആൻ എളുപ്പമാണ്. ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെ എഴുത്തുകാരുടെ എഴുത്തുപോലെയല്ല. ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരെ നമുക്ക് കാണാം. എന്നാൽ മഹാന്മാരായ സഹാബത്തിന്റെ അവസ്ഥ ഇത് ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് ഉണർത്തുകയാണ്. അബു അബ്ദുറഹ്മാൻ സുലമി എന്ന താബിഈ മഹാപണ്ഡിതൻ പറയുകയാണ്,
അഖദ്നൽ ഖുർആന അൻ ഖൗമിൻ, ഖുർആൻ ഞങ്ങൾ പഠിച്ചത് ചില ആളുകളിൽ നിന്നാണ്, അവർ സഹാബത്താണ്. അഖ്ബറൂന, അവർ ഞങ്ങളോട് പറഞ്ഞു, അന്നഹും കാനൂ ഇദാ തഅല്ലമു 10 ആയാത്തിൻ ലം യതജാവസൂഹുന്ന ഇലൽ അശ്റിൽ ആഖിരി ഹത്താ യഅലമു മാ ഫീഹിന്ന ഫകുന്നാ നതഅല്ലമുൽ ഖുർആന വൽ ഇൽമ വൽ അമല ബിഹി. താബിഈങ്ങൾ പറയാണ്, ഞങ്ങൾ ഖുർആൻ പഠിച്ചത് ചില ആളുകളിൽ നിന്നാണ്. അവർ ഞങ്ങളോട് പറഞ്ഞു തന്നു. അവരുടെ സ്ഥിതി എന്തായിരുന്നു? ഖുർആൻ പഠിക്കുന്ന കാലത്ത് അവർ റസൂലുള്ളാഹിൽ നിന്നാണ് പഠിക്കുന്നത്. റസൂലുള്ളാഹിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന കാലത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു? കാനൂ ഇദാ തഅല്ലമു 10 ആയാത്തിൻ, 10 ആയത്ത് അവർ പഠിച്ചാൽ ലം യതജാവസുഹുന്ന, ആ 10 ആയത്തിനെ അവർ വിട്ടുകിടക്കുകയില്ല, ഇലൽ അശ്റിൽ ആഖിരി, അടുത്ത 10ലേക്ക്, ഹത്താ യഅലമു മാ ഫീഹിന്ന, അതിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിക്കുന്നത് വരെ, മനസ്സിലാക്കുന്നത് വരെ. 10 ആയത്ത് പഠിച്ചാല് ആ 10 ആയത്തിലുള്ള ഇൽമും ഫഹ്മും അമലും ഒക്കെ പഠിച്ചിട്ടേ അടുത്ത 10 പഠിക്കൂ. അങ്ങനെ ഞങ്ങൾ ഫകുന്നാ നതഅല്ലമുൽ ഖുർആന വൽ ഇൽമ വൽ അമല ബിഹി, ഖുർആൻ ഓതാനും അതിലെ ഇൽമും അറബികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തായ ആ സഹാബത്ത് പറയാ, ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ 10 ആയത്തുകളാണ് ഞങ്ങൾ പഠിക്കല്. അത് ഖുർആൻ ഓതാനുണ്ട് പഠിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാവുമല്ലോ? ഇല്ല, മനസ്സിലാവില്ല. അത് വേറെ, അതിന്റെ ഇൽമും വേറെ പഠിക്കും. പിന്നെ അതിന്റെ അമലും അതെങ്ങനെ പ്രാവർത്തികമാക്കണം, ഇതും പഠിക്കും, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത്. എന്നാൽ വസയരിസുൽ ഖുർആന ബഅദന, ഞങ്ങൾക്ക് ശേഷം ഇനി ഒരു കൂട്ടർ ഖുർആനെ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് ശേഷം ഒരു കൂട്ടർ ഖുർആനിനെ ഇർസെടുക്കും, അനന്തരമായി എടുക്കും. അവരുടെ അവസ്ഥ എന്തായിരിക്കും? യശ്റബൂനഹു ശുർബൽ മായി, വെള്ളം കുടിക്കുന്ന പോലെ എങ്ങനെ കുടിക്കും. അവർക്ക് വളരെ എളുപ്പാ. ഖുർആൻ 30 പഠിക്കാൻ അവർക്ക് 30 ദിവസം വേണ്ടി വരില്ല. വെള്ളം കുടിക്കുന്നത് പോലെ ഖുർആൻ പഠിക്കല്. വെള്ളം വേഗം ഇറങ്ങിപ്പോകുന്ന സാധനല്ലേ. എന്നാൽ ലാ യതജാവസു തറാഖിയഹും, ആ ഖുർആനിന്റെ കാമ്പ് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നില്ല എന്ന് അവർ പറഞ്ഞു. എന്ന് ആര് പറയുന്നു? അബു അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ചരിത്രത്തിൽ കാണാം, തഅല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൽ ബഖറ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ. ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുകയായിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കും എന്നാ പറഞ്ഞത്. ഇനി നുബുവത്തില്ല, പക്ഷെ നുബുവത്ത് നേടാൻ മാത്രമുള്ള യോഗ്യത ഒരുമിച്ച് കൂടിയ മഹാനാണ് എന്നർത്ഥം. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചത് ഫിത്നത്തൈ അശ്റത സന, 12 വർഷം കൊണ്ടാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. 12 വർഷം കൊണ്ട് സൂറത്തുൽ ബഖറ അങ്ങോട്ട് പഠിച്ചപ്പോൾ, ഫലമ്മ ഖതമഹ, ആ സൂറത്തുൽ ബഖറയെ പഠിച്ചപ്പോൾ, നഹറ ജസൂറൻ, ഒരു ഒട്ടകത്തെ അറുത്ത് അതിന് നന്ദി രേഖപ്പെടുത്തി, ശുക്ർ രേഖപ്പെടുത്തി. ശുക്ർ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമാണല്ലോ ഇങ്ങനെ അറുത്തു കൊടുക്കലൊക്കെ. അങ്ങനെ അത്ര വലിയൊരു സംഭവമായിട്ടാണ് അൽ ബഖറ പഠിക്കുന്നതിനെ മഹാന്മാരായ സഹാബത്ത് കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാ. പിന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അൽ ബഖറ പഠിച്ചത് 8 കൊല്ലം കൊണ്ടാണെന്ന്. വാപ്പാക്ക് 12 വേണ്ടി വന്നു, പിന്നെ 8 പിന്നെ ഇങ്ങനെ കുറഞ്ഞു ഇപ്പൊ 8 ദിവസം മതി അൽ ബഖറ പഠിക്കാൻ. നമുക്കൊക്കെ ഒരു പരിഭാഷ ഉണ്ടായാൽ മതിയല്ലോ. എന്താണ് റബ്ബേ. അനസ് റളിയല്ലാഹു എന്ന് പറയാണ്, കാന റജുലു ഇദാ തഅല്ലമൽ ബഖറ വ ആല ഇംറാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് അൽ ബഖറ ആല ഇംറാൻ പഠിച്ചാൽ ജദ്ദ ഫി അയുനിന, അയാള് ഞങ്ങളുടെ കണ്ണിൽ വലിയ മഹാനായി മാറി. ഒരാള് അൽ ബഖറ ആല ഇംറാനും പഠിച്ചാൽ അദ്ദേഹത്തെ ഞങ്ങൾ വലിയ മതിപ്പോടെ, വലിയൊരു മഹാപണ്ഡിതനായിട്ടായിരുന്നു ഞങ്ങൾ കാണാറ് എന്ന്. വലിയൊരു മഹാനായിട്ടാണ് കാണാറ്, വലിയ മഹത്വമുള്ള ആളായി. അൽ ബഖറ ആല ഇംറാനും പഠിച്ചാലേ ആ ജാതിയാണ് പഠിപ്പ്. അപ്പോ ഒന്നാമതായി അത് റബ്ബിന്റെ കലാമാണ്, അള്ളാന്റെ കലാമാണ്. അതിൽ എല്ലാം ഉണ്ട്. നസ്സൽനാ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ.
എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമായും കൊണ്ടാണ് തങ്ങൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ ثم ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂമിയിൽ ഉള്ള ഏതൊരു ജീവിയും, പക്ഷിയാവട്ടെ ഇഴജന്തുക്കളാവട്ടെ എന്തൊക്കെയാവട്ടെ, അതെല്ലാം നിങ്ങളെപ്പോലെയുള്ള വിവിധ ഉമ്മത്തുകളാണ്, സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ. അത് പറഞ്ഞിട്ട് അത് പറയുന്നത് ഓർക്കണം. അപ്പൊ വെറും ഫിഖ് മസല മാത്രമല്ല, ഈ കിതാബിൽ ഒരു വിഷയത്തിലും നാം വീഴ്ച വരുത്തിയിട്ടില്ല. എല്ലാം ഉണ്ട്, അതിൽ എല്ലാ വിഷയത്തെയും അതിൽ ഉണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടല്ല പറഞ്ഞത്. ഇവിടെയുള്ള ഇഴജന്തുക്കളും ചിറകിട്ടടിച്ച് പറക്കുന്ന പറവകളും എല്ലാം നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളാണ്. ഒരുപാട് അർത്ഥമുള്ള ഒരൊറ്റ ചെറിയൊരു വാക്കാണത്. ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇല്ലാ ഉമമുൻ അംസാലുക്കും, മനുഷ്യരെ നിങ്ങളെപ്പോലെയുള്ള ഉമ്മത്തുകളാണ്. ഇനി മനുഷ്യരെ പറ്റി പറഞ്ഞതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് ഗവേഷണം നടത്തണം അതിൽ. അതാണത്. കണ്ടോ, അംസാലുക്കും എന്ന് പറഞ്ഞിട്ട് അത് ഏതെല്ലാം നിലക്കാണ് മിഥിലിയത്ത്, ഇനി അതിനെപ്പറ്റി പഠനം നടത്തണം. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമായത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് എന്ത്? മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ. അപ്പൊ വെറും ശരീഅത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ ലോകത്തുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അതെന്തോ ആവട്ടെ, ദീനുമായി ബന്ധപ്പെട്ടതൊക്കെ അതിലുണ്ട്, അതിൽ സംശയമില്ലല്ലോ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അങ്ങനെ ഒരു ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഇന്നി ലാ ഉഹർരിമു ഇല്ലാ മാ ഹറമല്ലാഹു ഫീ കിതാബി. അള്ളാഹു അവന്റെ കിതാബിൽ ഹറാമാക്കിയതേ ഞാൻ ഹറാമാക്കിയിട്ടുള്ളൂ, അള്ളാഹു അവന്റെ കിതാബിൽ ഹലാലാക്കിയതേ ഞാൻ ഹലാലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ചില ആയത്തിന്റെ വാക്കുകളുടെ അല്ലെങ്കിൽ ആ ഘടനയിൽ നിന്ന് ഈ ഹദീസിന്റെ അർത്ഥം ലഭിക്കുന്നു എന്ന് നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന ആ ഇയ്യാക എന്ന് പറഞ്ഞതും, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹ്സാനെ സംബന്ധിച്ച് പറഞ്ഞതും, അന എന്ത അബ്ദി അന എന്ത ലന്നി അബ്ദി അന മഅഹു ഇദാ ദക്കറനി എന്ന് പറഞ്ഞ ഹദീസൊക്കെ ആ ഇയ്യാക എന്നതിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പൊ അങ്ങനെ ഖുർആനിന്റെ പദപ്രയോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഘടനയിൽ നിന്ന്, അതിന്റെ തെർത്തീബിൽ നിന്ന് ഒക്കെ മനസ്സിലാകാവുന്ന കാര്യങ്ങളായും കൊണ്ട് എല്ലാ വിഷയങ്ങളും ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. വലാ ഉഹില്ലു ഇല്ലാ മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി. അല്ലാഹു അവന്റെ കിതാബിൽ ഹലാലാക്കിയത് മാത്രമേ ഞാൻ ഹലാലാക്കുന്നുള്ളൂ, അല്ലാഹു അവന്റെ കിതാബിൽ ഹറാമാക്കിയത് മാത്രമേ ഞാൻ ഹറാമാക്കുന്നുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അത് ഇമാം തബറാനി ഔസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവിയെ തൊട്ട് ഈ പറഞ്ഞ ഹദീസ്. ഇതെല്ലാം എടുത്തു ധരിച്ചുകൊണ്ട് സാന്ദർഭികമായി മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ് അത്. പക്ഷേ എല്ലാവർക്കും എന്താവണമെന്നില്ല, ആ ഖുർആനിന്റെ യഥാർത്ഥമായ പൊരുള് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. സാഹിബുൻ നുബൂവത്ത്, നുബൂവത്തിന്റെ ആളുകൾ, നബിമാര്, ആ നുബൂവത്തിന്റെ ആ പ്രകാശം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അല്ലാത്തവർ കാണാത്ത പലതും അവർ കാണും. സിദ്ദീഖീങ്ങൾക്ക് അല്ലാത്തവർ കാണാൻ കഴിയുന്നത് പലതും കാണും. അതുപോലെ തന്നെ ശുഹദാന്, അങ്ങനെ ഓരോ സ്ഥാനത്തിനനുസരിച്ച് അവർക്ക് അതിനനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ലോകാവസാനത്തിൽ അവസാന ഖിയാമത്ത് നാളിന്റെ അടയാളമായും കൊണ്ട് ഈസാ നബി വരുമല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ശരീഅത്ത് നടപ്പിൽ വരുത്തുക എന്ന ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ നടന്നുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വരുമോ, അതല്ല ഇപ്പോ ഹദീസുകൾ എല്ലാം ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ തന്നെയും എന്തായിരിക്കും അവസ്ഥ? ഇപ്പോ പഴയ കാലത്തുള്ള എല്ലാ ഹദീസുകളും ഇപ്പോൾ ഇല്ലല്ലോ, ഇനി ഉള്ളതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക.
എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ദീനിനെ ശരീഅത്തിനെ നടപ്പിലാക്കുക എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വിഷയം അല്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത് പോലെ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖുർആനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം അസ്ലിൽ നുബുവത്തിന്റെ ആളാണ്. പിന്നെ വരുന്നത് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് എങ്കിൽ പോലും അസ്ലിൽ ആള് എന്തുള്ള ആളാണ്? സാഹിബ് നുബുവത്താണല്ലോ. ആ നുബുവത്തിന്റെ ആ നൂറ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പിന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അറിയാൻ കഴിയുന്നവർക്ക് അത് അറിയും, മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഇല്ല. ഇതാണ് വസ്തുത. ഇനി വിശുദ്ധ ഖുർആനിൽ ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹലാല് ഹറാമുകൾ, കറാഹത്തുകൾ, ഇങ്ങനെയുള്ള നിഷിദ്ധമായതും കൽപ്പിക്കപ്പെട്ടതുമായ കാര്യങ്ങൾ ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, അല്ലാത്ത പലതുകൊണ്ട് ഖുർആനില്. അതേതാണ്? വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉൻസിലൽ ഖുർആനു അലാ സബ്അത്തി അഹ്റുഫിൻ ലികുല്ലി ആയത്തിൻ മിൻഹാ ലഹറുൻ വബത്നുൻ. ഖുർആനിനെ 7 രൂപത്തിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ആയത്തിനും ലഹറും വബത്നുൻ, ഉള്ളും പുറവും ഉണ്ട്. ബാഹ്യമായ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥവും ഉണ്ട്. വലിക്കുല്ലി ഹദ്ദിൻ മുത്തല, ഓരോന്നും വെളിവാകുന്ന ഇടവും ഉണ്ട്. ലാഹിറു ആയ കാര്യങ്ങൾ വെളിവാവണമെങ്കിൽ അതിൻ്റെതായ അറിവ് വേണം, ബാത്തിനായ കാര്യങ്ങൾ വെളിവാവണമെങ്കിൽ അതിനനുസരിച്ച് ആത്മശുദ്ധി വേണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അവതരിപ്പിച്ച ഈ ഖുർആൻ തന്നെ അതിന് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. അതിന് നമുക്ക് ആവശ്യമായ എല്ലാ ഹുക്കുമുകളിലേക്കും അതിൽ സൂചനയുണ്ട്. അല്ലാത്ത ഇൽമുകൾ ഒരുപാട് അതിലുണ്ട്. അങ്ങനെയുള്ള ഈ വിശുദ്ധ ഖുർആനിനെ അതിൽ നിന്ന് എങ്ങനെയാണ് ഹിദായത്തിനെ നമ്മൾ എടുക്കുക? നമുക്ക് ആവശ്യമായ ആ മാർഗദർശനം എങ്ങനെയാണ് നാം കൈക്കൊള്ളുക? ഇത് നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മൾ നോക്കിയാൽ അങ്ങനെ പലതും കാണുന്നുമില്ല. ആ വിശുദ്ധ ഖുർആൻ ആണ് ഹിദായത്ത് എങ്കിൽ, ഹിദായത്തിനുള്ള വഴി വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ, ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് മാർഗദർശനം നേടുക? അതാണ്, അതിന്റെ രൂപമാണ് നാം ആലോചിക്കേണ്ടത്. അത് ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ നോക്കി അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്നവന് ഖുർആനായോ ഹദീസുമായോ യാതൊരു ബന്ധവും ഇല്ല, അതിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല എന്നല്ല, ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ല, ഒരു സാമാന്യ ഒരു ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു പൊതുവായ വിജ്ഞാനം പോലും ഇല്ല. അങ്ങനത്തെ ഒരാളത് പറയില്ല, ഉറപ്പാണ് ആ കാര്യം. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെയുള്ള ഒരാളത് പറയില്ല. അതിന് ഞാൻ 1-2 ഉദാഹരണം പറയാം. എന്റെ പ്രിയമുള്ള സഹോദരൻ, നമ്മളിപ്പോ മലയാളികളാണ്, ഈ അറബികളെ തന്നെ ആവട്ടെ, അറബി ഭാഷയിൽ ഏതൊരു ഭാഷയുടെയും ഈ ഖുർആൻ ഇറക്കപ്പെട്ടത് ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ്. അപ്പോ അറബി ഭാഷയുടെ അത് വ്യക്തമായ അറബി ഭാഷക്കുണ്ടാകേണ്ടുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി, ഈ ഖുർആനെ സമീപിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കണ്ടേ? അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് ഏതൊരു ഭാഷയായാലും അതിന്റെ ഗ്രാമർ അറിയാതെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അറബിയിലായതുകൊണ്ട് അറബി ഭാഷ ആ ഗ്രാമർ കൃത്യമായി അറിയണം, നഹ്വ് സിർഫ് അറിയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ എന്ന് പറയുന്ന, സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയം. ഖുർആനെ എന്താ ഖുർആനിലുണ്ടാ നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാര്യത്തെ കാര്യകാരണ സഹിതം സംശയാതീതമായി മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ നൽകുകയാണ്. അബ്ദുൽ അസീസ് ഇബ്നു മർവാന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞു. വലമനി ഖതനി എന്ന് പറഞ്ഞു, എന്റെ ഖതന് എന്നെ ലിൽമ ചെയ്തു, ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഖതന് എന്ന് പറഞ്ഞ, ഖതന് എന്ന് പറഞ്ഞാൽ അമ്മാശന് പറയും, മരുവന് പറയും, അലിയനൊക്കെ പറയും. എന്റെ ഖതന് എന്നെ
ളുൽമ് ചെയ്തു, ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിൽ എന്നോട് ഇങ്ങനെ അപമര്യാദയായി അക്രമപരമായി എന്റെ ഖത്തന് പെരുമാറിയിട്ടുണ്ട്. ഉടനെ ഈ അബ്ദുൽ അസീസ് ബിൻ മർവാൻ, വേറെ ഒരു രാജാവിലേക്കും അത് ചേർക്കപ്പെടുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പറയുന്നത്. അബ്ദുൽ അസീസ് ബിൻ മർവാൻ അപ്പൊ തിരിച്ചു ചോദിച്ചു, മൻ ഖതനക എന്ന് ചോദിച്ചു. മൻ ഖതനക എന്ന് ചോദിച്ചു. അപ്പോ ഇയാള് മറുപടി പറഞ്ഞു, എന്തെന്ന്, അത് ആ ഇന്നാലിന്ന വസ്സാനാണെന്ന് പറഞ്ഞു. ഖതനനിൽ ഖാത്തിൻ, എന്നെ വസ്സാനാണ്, അമ്പുട്ടാനെന്ന് പറയില്ലേ, വസ്സാനാണ് എന്നെ ഖത്തിന് ചെയ്തത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൻ ഖതനക എന്ന് ചോദിച്ചാൽ ആരാണ് നിന്റെ മാർക്കം കഴിച്ചതെന്ന് അർത്ഥം. ചിന്തിക്കുന്നുണ്ടോ? ഖതന്, മൻ ഖതനുക എന്നായിരുന്നു ചോദിക്കേണ്ടത്. മൻ ഖതനുക എന്ന് നൂനിന് ലമ്മായാൽ അർത്ഥം മാറി. മൻ ഖതനുക, ആരാ നിന്റെ അളിയൻ, അല്ലെങ്കിൽ ആരാ നിന്റെ അമ്മോശൻ, ആരാ നിന്റെ എന്നായിരിക്കും അർത്ഥം. എന്റെ ഖതന് എന്നെ ആക്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരാണ് നിന്റെ ഖതന്, നിന്റെ അമ്മോശൻ ആരാന്നാ ചോദിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ മൻ ഖതനുക എന്ന് ചോദിക്കേണ്ടതിന് പകരം മൻ ഖതനക എന്ന് ചോദിച്ചപ്പോൾ അർത്ഥം മാറി. ഖതന എന്നായപ്പോൾ ഒരേ വാക്ക്, ഒരേ അക്ഷരങ്ങൾ, ഒരു ഹർക്കത്തെ മാറിയുള്ളൂ. ആ ഹർക്കത്ത് മാറിയപ്പോ എന്തായിപ്പോയി, അർത്ഥം മാറി. ഖതനിൽ ഖാത്തിൻ, വസ്സാനാണ് എന്റെ മാർക്കം കഴിച്ചതെന്ന് പറഞ്ഞു. അതിൽ ഇയാൾക്ക് ദേഷ്യം വെച്ചു. എന്ത് വർത്താനാടാ ഈ പറയണമെന്ന് വെച്ചു. അപ്പൊ കാര്യങ്ങൾ, അപ്പൊ മൂപ്പരൊരു സഹായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചോദിച്ചു കൊടുത്ത് പറ്റിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോ മൂപ്പര് പിന്നെ കാര്യം മനസ്സിലാക്കി, പിന്നെ മൂപ്പര് പഠിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ശരി, ഇതാണ് ഭാഷയുടെ സ്ഥിതി. ഏതൊരു ആളും പോയിട്ട് ഇത് ഞാൻ ഇത്ര ഗൗരവത്തിൽ ഇത്രയും വിശദമായി പറയാൻ കാരണം, ഒരു പണ്ഡിത സഭ എന്ന് പറയുന്ന ഒരു സഭയുടെ ജനറൽ സെക്രട്ടറി അതിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുക, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ, ഞങ്ങൾ പറയണത് കേൾക്കണ്ട, സുന്നികൾ പറയണതും കേൾക്കണ്ട, നിങ്ങൾ ഓരോരുത്തരും ഖുർആനിലും സുന്നത്തും നോക്കുക, എന്നിട്ട് ഈ ഏതാണ് ശരിയെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്നാ. ഇത് ആരോടായി പറയണത്? ഈ പൊതുസമൂഹത്തോട് ഇത് പറയുന്നത് ഒരു ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒന്നിന്റെ സെക്രട്ടറി ആണെങ്കിൽ അയാളെ വല്ല കാളകൂട്ട് കമ്പനിയുടെ സെക്രട്ടറി ആക്കാനല്ലേ പറ്റുള്ളൂ. എന്ത് വിവരം അയാൾക്കുള്ളത് ഖുർആനായിട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ഏറ്റവും ചുരുങ്ങിയത് ഇവിടുന്ന് തുടങ്ങണം. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നത് എങ്ങനെ വായിക്കണം എന്നറിയാത്ത പൊതുസമൂഹത്തോടാണ് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത്. എന്തെന്ന്, നിങ്ങളൊക്കെ ഖുർആനും സുന്നത്തോട് നോക്കിക്കോ, എന്നിട്ട് ഞങ്ങൾ പറയണതാണോ ശരി, അവര് പറയണതാണോ ശരി എന്ന് നിങ്ങളോട് തീരുമാനിച്ചാൽ മതി. അപ്പോ അത് ഒരിക്കലും നിലനിൽക്കുന്ന വിഷയമല്ല. ആദ്യമായി എങ്ങനെ വായിക്കണം എന്ന് പോലും അറിയാത്ത സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബരി അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു. ആദ്യമായി ഈ ഗ്രാമർ സംവിധാനം അതിനൊരു ക്രോഡീകരിക്കാനുള്ള കാരണം തന്നെ ഈ സംഭവമാണ്. അതായത് ഇബ്നു അബീ മുലൈക്ക പറയാം, ഒരു ആറാബി, ഒരു ഗ്രാമവാസിയായ ഒരു ബദു ആറാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ വന്നു, എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ പഠിക്കാൻ ഒരാള് തയ്യാറായി, അയാളെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അയാളിങ്ങനെ ഓതിക്കൊടുത്തു, വഅദാനും മിനല്ലാഹി വറസൂലിഹി, സൂറത്തു തൗബയുടെ തുടക്കമാണല്ലോ, വഅദാനും മിനല്ലാഹി വറസൂലിഹി ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് തുടങ്ങി അടുത്ത ആയത്ത് പറയാണ്, വഅദാനും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള വിളംബരമാകുന്നു, ഇലന്നാസി ജനങ്ങളിലേക്ക്, യൗമൽ ഹജ്ജിൽ അക്ബരി, ഹജ്ജുൽ അക്ബറിന്റെ ദിവസത്തിൽ. എന്താ വിളംബരം? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിഞ്ഞിരിക്കുന്നു മുശ്രിക്കീങ്ങളിൽ നിന്ന്, വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും ഒഴിവായിരിക്കുന്നു. മുശ്രിക്കീങ്ങളുമായുള്ള എല്ലാ കരാറും നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാ. പക്ഷെ ഈ ആയത്ത് ഇയാൾ ഓതിക്കൊടുത്തപ്പോ എങ്ങനെ ഓതി? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലിഹി എന്ന് ഓതി. റസൂലുഹു എന്നോടത്ത് റസൂലിഹി എന്നോതി. അപ്പോൾ ഈ അയറാബി പറഞ്ഞു, അവഖദ് ബരി അല്ലാഹു മിൻ റസൂലി ഫഇയകുനില്ലാഹു ബരിഅ മിൻ റസൂലി ഫഅന അബ്റഉ മിൻഹു. അള്ളാഹിന്റെ റസൂലിന് ഒഴിവായിരിക്കണമെങ്കിൽ എന്നാൽ ഞാനും റസൂലിന് ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനും റസൂലുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ആ വിഷയം ഉമറുൽ ഫാറൂഖ് എന്നവരറിഞ്ഞു. അപ്പൊ അയാളെ വിളിപ്പിച്ച് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, അയാൾ ഇങ്ങനെയാണ് ഓതി തന്നത്, അന്നല്ലാഹ ബരീഉം മിനല്ലാഹി, അള്ളാഹു
നിന്ന് ജനങ്ങൾ അല്ലാഹു അന്നല്ലാഹ ബരീഉൻ മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുമായുള്ള ബന്ധം അള്ളാഹു വിച്ഛേദിച്ചിരിക്കുന്നു. ഓ റസൂലിഹി, റസൂലുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. അള്ളാഹ് റസൂലിനായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാ റസൂലിനായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് എന്നവർ പറഞ്ഞു, അങ്ങനെയല്ല അവിടെ ഉള്ളത്, അയാൾക്ക് തെറ്റിയതാണ്. അന്നല്ലാഹ ബരീഉൻ മിനൽ മുശ്രിക്കീന വ റസൂലുഹു, അള്ളാഹും അവന്റെ റസൂലും മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. മുശ്രിക്കീങ്ങളുമായുള്ള ബന്ധം അള്ളി റസൂലും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നാ അള്ളി റസൂല് ഒഴിവായവരിൽ നിന്ന് ഞാനും ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞു അറാബി. എന്നിട്ടാണ് നിയമം എങ്ങനെ വായിക്കണം എന്നുള്ള ഈ നിയമം ക്രോഡീകരിക്കണം എന്ന ഓർഡർ അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് പലരും ഇത് ചേർക്കാറെങ്കിലും ഇത് പ്രധാനപ്പെട്ട പല കിതാബുകളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെ ചേർത്തതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്നാണ്. അപ്പോ അന്ന് അങ്ങനെയാണ് ഈ നിയമം ഒരു രേഖയാക്കി വരുന്നത്. അതൊരു പുതിയ നിയമം ഉണ്ടായതല്ല, പഴയ അറബികൾ സംസാരിക്കുന്നതിനെ പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് കർത്താവിനെ പറയേണ്ടത്, എങ്ങനെയാണ് കർമ്മത്തെ പറയേണ്ടത് എന്നുള്ള ആ വ്യവസ്ഥാപിതമായ രൂപം ക്രോഡീകരിക്കപ്പെടുകയാണ്. അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വ റസൂലുഹു എന്നിടത്ത് റസൂലിഹി എന്ന് ലാമിനൊരു കെസ്റേ ആയുള്ളൂ. ഒരു ലാമിന്റെ ഒരു കെസ്റ് മാറിയപ്പോഴത്തേക്ക്, ലമ്മ് മാറി കെസ്റായപ്പോഴത്തെ അർത്ഥം നേരെ എതിരായി. കണ്ടോ? ഖുർആനിൽ ഇപ്പൊ ഇങ്ങനെ ഹർക്കത്തിട്ടത് കാണുന്നുണ്ടെന്ന് ചിലർക്ക് തോന്നുന്നു. ഹദീസോ? ഹദീസ് എന്ത് ചെയ്യും? ഹദീസ് അതുപോലെ ഇനി ഖുർആൻ തന്നെ ആ ഹർക്കത്തിട്ടത് കൊണ്ട് മാത്രം ആയോ? അപ്പൊ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഇതൊക്കെ അതിന്റെ ഗ്രാമർ പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് ഖുർആനെ സമീപിക്കാൻ തന്നെ കഴിയുള്ളൂ. ഇത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതൊന്നും അറിയാത്തൊരു സമൂഹത്തോട് നിങ്ങൾ പോയിട്ട് ഖുർആനോ ഹദീസോ അങ്ങോട്ട് നോക്കിക്കോ എന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ പറയില്ല. പാണ്ഡിത്യം പോട്ടെ, വിവേകമുള്ള മനുഷ്യൻ പറയില്ല. എന്നിട്ടല്ലേ പിന്നെ പണ്ഡിതൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി അങ്ങനെ ഖുർആനെ മനസ്സിലാക്കാൻ തുടങ്ങി, ഖുർആന്റെ ഗ്രാമർ അറിഞ്ഞു. എന്നാൽ തന്നെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെയും അറിയേണ്ടതുണ്ട്. ഒന്ന്, ഖുർആനില് ഈ ഭാഷ ഗ്രാമറിന്റെ പുറമെ അതിന്റെ ഈ ആലങ്കാരിക പ്രയോഗങ്ങൾ, ഹഖീഖത്ത് മജാസ്, ഒറിജിനൽ മജാസിയായ പ്രയോഗം, ഇങ്ങനെ പലതരം പ്രയോഗങ്ങളുണ്ട്. അത് നമ്മുടെ എല്ലാ ഭാഷയിലുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ പിന്നെ അങ്ങാടിയിൽ പോയപ്പോ ഒരു സിംഹത്തെ കണ്ടു, അവനൊരു സിംഹമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുലിക്കുട്ടിയാണെന്നൊക്കെ പറയില്ല നമ്മള്. ആ പുലിക്കുട്ടി പറഞ്ഞാൽ ഈ ആള് പുലിക്കുട്ടിയാണെന്നാണോ അർത്ഥം? അല്ല, പുലി പോലെ ധീരനാണ് എന്നാണ് അർത്ഥം. അതിന് മജാസായ പ്രയോഗം എന്ന് പറയും. ഫഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ കയറ്, പാശ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്നതിന് എങ്ങനെയാണ് അർത്ഥം നൽകേണ്ടത് എന്ന് മനസ്സിലാവണമെങ്കിൽ മജാസ് അറിയണം. അത് എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക എന്നുള്ളത് അറിയണം. ആ രൂപങ്ങൾ മനസ്സിലാക്കാതെ ഖുർആന് ഭാഷാപരമായി കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയ കയറ് തെരഞ്ഞു നടക്കും. എവിടെ പോയി കയറ് വെച്ചിട്ട് തെരഞ്ഞു നടക്കും? നൂല് തെരഞ്ഞു നടന്നിട്ട് നൂല് വെച്ചിട്ടുണ്ടല്ലോ ആളുകൾ പണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഹത്താ അൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി എന്ന ആ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ നൂല് വെച്ച് ചില ആളുകൾ കിടന്നു, വെള്ള നൂലും കറുത്ത നൂലും. അപ്പൊ വാസ്തവത്തിൽ നൂലല്ല അവിടെ ഉദ്ദേശിച്ചത്, അത് ഫജ്ർ സാദിക്കും രാത്രിയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അത് വേണം. ഇനി അതൊക്കെ അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെ ഈ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ അതിന്റെ വിധി ദുർബലപ്പെട്ടതുണ്ടായിരിക്കും, മൻസൂഖായിരിക്കും. ആ വിധി ഇപ്പോൾ പ്രാബല്യത്തിൽ ഉണ്ടാവുകയില്ല, അത് ക്യാൻസലാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദക്കുമുൽ മൗത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, കുത്തിബ അലൈക്കും ഇദാ ഹളറ അഹദക്കുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ നിങ്ങൾ അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നിങ്ങൾ വസിയ്യത്ത് ചെയ്യൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലുണ്ട്. മാതാപിതാക്കൾക്ക് വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണെന്നാണ് ആയത്ത് അറിയിക്കുന്നത്. എന്നാൽ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമുക്കിപ്പോ മരണം വന്നിട്ടില്ല, ഒന്ന് വന്നവര് ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ഉസ്താദ്മാര് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇല്ല? അങ്ങനെ നിയമമില്ല, അത് ക്യാൻസലാ എന്നല്ല. ഇനി അങ്ങനെ
ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്കുമുള്ള അനന്തര സ്വത്തിന്റെ വിഹിതം ഇത്ര എന്ന് സൂറത്തു നിസായിൽ വിവരിച്ചിട്ടുണ്ട്. അത് വിവരിക്കുന്നതിന്റെ മുമ്പായിരുന്നു ഇത്. പിന്നീട് ഈ നിയമം ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അത് ദുർബലപ്പെടുത്തിയത് നേരെ ഹദീസ് കൊണ്ടാ. ലാ വസിയ്യത്ത ലിവാരിസിൻ, വാരിസിന് എന്തില്ല? അനന്തരാവകാശിക്ക് വസിയ്യത്തില്ല. അനന്തരാവകാശിക്ക് വസിയ്യത്തില്ല. സാധാരണക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും പണ്ഡിതന്മാരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊക്കെ ഖുർആന് കൈകാര്യം ചെയ്യുന്നതിനോട് അവർക്കൊരു അസൂയപ്പെട്ടത് കൊണ്ടാണെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഖുർആൻ ആയത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി അതിന്റെ പരിഭാഷയൊക്കെ നോക്കി, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലായി, നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഭാഷ പഠിച്ചു, ഒക്കെ പഠിച്ചു. എന്നാൽ പോലും ആ ഒരു അതുപോലെ എത്ര ആയത്തുകൾ അതിനെ കാലഹരണപ്പെടുത്തുന്ന വേറെ ഹദീസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആയത്തുണ്ടോ? അതല്ലെങ്കിൽ ചിലപ്പോൾ ഇജ്മാ പോലും നസ്ഖ് ചെയ്യും. ഇജ്മാ പോലും നസ്ഖ് ചെയ്യും. നസ്ഖ് ചെയ്യാൻ ആയത്തിനെ ആയത്ത് കൊണ്ട് നസ്ഖ് ചെയ്യും, ആയത്തിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യും, ആയത്തിനെ പിന്നെ ഇജ്മാ കൊണ്ട് നസ്ഖ് ചെയ്യും, ഒക്കെ നസ്ഖ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് ആ നസ്ഖിന്റെ മേൽ അറിയിച്ചത് എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനെ ഖുർആൻ തന്നെയാണ് നസ്ഖ് ചെയ്യുന്നത് എന്നാണ്. സാധാരണ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ആയത്തിനെ നസ്ഖ് ചെയ്യുന്നത് അഥവാ അതിലെ വിധിയെ ദുർബലപ്പെടുത്തുന്നത് ലാ വസിയ്യത്ത ലിവാരിസിൻ എന്ന ഹദീസാണ്. എന്നാൽ അവിടെ തഹ്ഖീഖ് അതല്ല. സൂറത്തുൻ നിസായിലെ പിന്നെ ഇർസിന്റെ ആയത്ത് കൊണ്ട് തന്നെ നസ്ഖാവുന്നത്. പക്ഷെ അത് നേരെ നസ്ഖിന്റെ മേൽ അറിയിക്കാത്തത് കൊണ്ട് അതിലിങ്ങനെ അനന്തരാവകാശത്തെ വിവരിച്ചു തന്നു എന്നല്ലേ ഉള്ളൂ. അത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നസ്ഖ്. അത് നസ്ഖാണ് എന്ന് റസൂലുള്ളാഹി വിവരിച്ചു തന്നത് മാത്രമാണ് ഇത് എന്നാണ്. അത് വേറൊരു ബഹ്സാണ്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അതാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങൾ ഹദീസ് കൊണ്ട് ഖുർആനെ നസ്ഖ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജുംഹൂർ ഉലമാവും ഹദീസ് ഖുർആനെ നസ്ഖ് ചെയ്യും എന്ന അഭിപ്രായം തന്നെയാണ്. അത് തമ്മിൽ വൈരുദ്ധ്യമില്ല, യഥാർത്ഥം ഇതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടത്തിൽ പറഞ്ഞുപോയി എന്ന് മാത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആയത്തുകളുടെ അർത്ഥം ചിലപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന വിധി ദുർബലപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ ഖുർആനെ സമീപിക്കാൻ പറ്റുള്ളൂ, ഖുർആനിനെ ആ നിലക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഹറാമും ഹലാലും വിധികളും കണ്ടുപിടിക്കുന്ന വിധത്തിൽ സമീപിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഖുർആൻ അതിന്റെ പദങ്ങൾ, ഈ പദങ്ങൾ ആ പദങ്ങളുടെ ഒറിജിൻ, അതിന്റെ മസ്തർ, അതിന്റെ ധാതു വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥം വ്യത്യാസപ്പെടും. ഒരു പദം ആ പദത്തിന്റെ ധാതു അത് എന്തിൽ നിന്നാണോ വരുന്നത്, അതിന്റെ ഒറിജിൻ, അത് എന്തിൽ നിന്നാണോ ഉരുത്തിരിഞ്ഞ് വരുന്നത്, അത് വ്യത്യാസപ്പെട്ടാൽ അതിനനുസരിച്ച് പദങ്ങളുടെ അർത്ഥം വരും. ചിലപ്പോൾ ഒരു പദത്തിന് സാധാരണഗതിയിൽ നാം പറഞ്ഞു വരാറുള്ള അർത്ഥമാവണമെന്നില്ല മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചാൽ. ഒരു ഖുർആൻ അല്ലാത്തൊരു ഉദാഹരണം ഞാൻ പറയാം. ഇദാ അതാഹു ഖലീലുൻ യൗമ മസ്അലത്തിൻ യഖൂലു ലാ ഗായിബും മാലി വലാ ഹരിമു. ഒരു ബൈത്താണ്. ഒരാളെ സംബന്ധിച്ച് മദ്ഹ് സ്തുതിച്ചുകൊണ്ട് സ്തുതി പാടിയതാണ്. അതിലെന്താ പറയുന്നത്? ഇദാ അതാഹു ഖലീലുൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഖലീല് വന്നാൽ, യൗമ മസ്അലത്തിൻ, ചോദ്യത്തിന്റെ അന്ന്, ചോദിക്കുന്ന അന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ, യഖൂലു, അയാൾ പറയും, ലാ ഗായിബും മാലി വലാ ഹരിമു, എന്റെ സമ്പത്ത് തടയപ്പെട്ടതല്ല, എന്റെ സമ്പത്ത് ഗായിബുമല്ല, അതിവിടെ സാന്നിധ്യത്തിലുണ്ട്, അഭാവത്തിലല്ല, മറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയുന്ന അർത്ഥം. ഇവിടെ ഖലീലിന്റെ അർത്ഥം എന്താ? ഖലീലിന്റെ അർത്ഥം, ഖലീലിന് സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന അർത്ഥം എന്താണ്? സുഹൃത്ത് എന്നാണ്. ഖലീൽ അത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഖലീൽ എന്നാണ് സുഹൃത്താണ്. എന്നാൽ ആ അർത്ഥം ഇവിടെ കൊടുത്താൽ അത് മദ്ഹല്ല നഖ്സായി മാറി, അയാളെ ഇകഴ്ത്തലായി മാറി. അയാളൊരു സുഹൃത്ത് എന്നാ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്നായിരിക്കും അർത്ഥം. അതല്ല, അവിടെ ആർക്കും കൊടുക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മദ്ഹ്. സുഹൃത്തുക്കൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല. രാജാവിനെ സംബന്ധിച്ച് മദ്ഹാണെങ്കിൽ അങ്ങനെ ആവണം. ഒരു സുഹൃത്തിനെ വന്ന അയാൾക്ക് കൊടുക്കുന്നല്ല. അപ്പോ അവിടെ ഖലീൽ എന്നതിന്റെ അർത്ഥം അതല്ല. മറിച്ച് എന്താ അവിടുത്തെ ഖലീലിന്റെ അർത്ഥം? ഖലീൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം ഫഖീർ എന്നാണ്. ഒരു സാധു, ഒരു പാവപ്പെട്ടവൻ, ഒരു ദരിദ്രൻ വന്നാൽ എന്നാണ് അർത്ഥം. അത് എവിടെ നിന്ന് കിട്ടി? ഖലീൽ എന്ന പദത്തെ
ഖുല്ലത്ത് എന്ന ധാതുവിൽ നിന്ന് ആ ഒറിജിനിൽ നിന്നാണ് അതിനെ പിടിക്കപ്പെടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. ഖുല്ലത്ത് എന്ന് പറഞ്ഞാല് സ്നേഹബന്ധം എന്നാണ് അർത്ഥം. ഖല്ലത്ത് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെടുന്നത്. ഖാക്ക് ഫതഹ് കൊണ്ട് ഖല്ലത്ത് എന്നതിൽ നിന്ന് വരുന്ന ഖലീലാണെങ്കിൽ ഖാലിയായോ കാലിയായോ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ വരിക എന്നാണ് അർത്ഥം. അപ്പൊ ഖലീൽ എന്ന് പറഞ്ഞാൽ ദരിദ്രവാസി എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഒരു ഖലീലിന് ഒരു അർത്ഥം പഠിച്ചു വെച്ചിട്ട് അവന് എന്ത് കാണാൻ കഴിയില്ല? ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ പോരെ, കാര്യകാരണ സാഹിത്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖുർആനിലെ കേൾക്കുന്നില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ? ആളുകളില്ലേ ഇവിടെ? ഒരു ചലനമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെറിയ സംശയം വരുന്നു. ഓക്കെ, മതി മതി മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഖുർആനിലെ ചില പദങ്ങൾ, ആ ചില പദങ്ങള് വ്യക്തമായി ഒരൊറ്റ അർത്ഥത്തിന് മാത്രം സാധ്യതയുള്ള ഉണ്ടായിരിക്കും. ഒറ്റ അർത്ഥത്തിന് മാത്രമേ സാധ്യതയുള്ളൂ, ഒന്നിലധികം അർത്ഥത്തിന് സാധ്യതയില്ല. ഹംസു അല്ല, ഖുർആനും ഹദീസും ഒക്കെ ഇതുപോലെ തന്നെ. ഖുർആനായാലും ഹദീസായാലും ഇങ്ങനെ തന്നെ, ഒക്കെ അങ്ങനെ വരും. ഒരു വാക്ക്, ആ വാക്ക് ഒറ്റ അർത്ഥത്തിന് മാത്രമേ സാധ്യതയുള്ളൂ, അങ്ങനെ വരും ചിലപ്പോൾ. ഹംസു സ്വലവാത്തിന് 5 നേരത്തെ നിസ്കാരം, അപ്പൊ ഹംസ് 5 തന്നെയാണ്. 6 എന്നതിന് അർത്ഥം വരില്ല, പിന്നെ 4 എന്നും വരില്ല, 5 തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ പിന്നെ അതിന് അവിടെ പിന്നെ കൂടുതൽ വിഷയങ്ങൾ വരുന്നില്ല. എന്നാൽ പല പദങ്ങളും ഒന്നിലധികം വിവിധങ്ങളായ അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ളതായിരിക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂഇൻ. വൽ മുതല്ലഖാതു, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ, അവർ ഇദ്ദയിരിക്കണം. എത്ര ഇദ്ദയിരിക്കേണ്ടത്? 3 ഖുറൂഇൻ, 3 ഖുറൂ ഇദ്ദയിരിക്കണം. 3 ഖുറൂ ഇദ്ദയിരിക്കണം എന്നാണ്. ഈ 3 ഖുറൂ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഖുറൂ എന്ന് പറഞ്ഞാൽ എന്ത്? ഖുർആന് 2 അർത്ഥമുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആർത്തവ കാലഘട്ടത്തിന് ഖുർആൻ എന്ന് പറയും. സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടാവുന്ന സമയത്തിന് ഖുർആൻ എന്ന് പറയും. ഡിക്ഷണറി നോക്കിയാൽ അത് കാണാം. എന്നാൽ ആ ആർത്തവം മാറി ശുദ്ധിയായാൽ 2 ഹൈലിന്റെ ഇടയിലുണ്ടാകുന്ന ശുദ്ധി, ഇതിനും പറയും ഖുർആൻ. അഖ്റഅത്തിൽ മർഅതു ഇദാ ഹാലത്ത്, അഖ്റഅത്തിൽ മർഅതു ഇദാ തഹുറത്ത്, രണ്ടും കാണാം ഡിക്ഷണറി നോക്കിയാൽ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ 3 ഖുർആൻ ഇദ്ദയിരിക്കണം എന്നിടത്ത് 3 ഹൈൽ ഇദ്ദയിരിക്കണം എന്നാണോ 3 തുഹർ ഇദ്ദയിരിക്കണം എന്നാണോ? തർക്കാവും പണ്ഡിതന്മാരുടെ ഇടയിൽ, സ്വാഭാവികമായും തർക്കം വരും. ഇവിടെ ഞാനും നിങ്ങളും തർക്കിച്ചിട്ട് എന്താ തീരുമാനിക്കുക? അതിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, നമുക്കെന്നാ ഞാൻ ഹൈലെന്നാ തീരുമാനിക്കണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ 100 പൈസ പറഞ്ഞു, അതല്ല ഞാൻ തീരുമാനിക്കണത് തുഹർ എന്നാണ്. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇത് പറ്റുമോ? അപ്പൊ വേറെ ആൾ ഇടപെട്ടിട്ട് പറഞ്ഞു, അത് സാറിൽ ഇപ്പൊ 2 ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ്. 3 തുഹറിന്റെ 3 ആയാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലോ, ഒരു 5-10 ദിവസത്തെ വ്യത്യാസമല്ലോ. 5-10 ദിവസമല്ല, ചിലപ്പോ 5 കൊല്ലത്തെ വ്യത്യാസം വരും, തുഹർ നീണ്ടുപോകും. അതല്ല വിഷയം. ഇനിയിപ്പോ 5 ദിവസം പോയിട്ട് 5 മിനിറ്റ് ആയാൽ പോലും പ്രശ്നം ഉണ്ടാവും. ഈ 3 തുഹർ ഇപ്പോ ഒരു തലാക്ക് ചെല്ലിയ സ്ത്രീയെ മടക്കിയെടുക്കാൻ യുദ്ധ കഴിയുന്നതിന്റെ മുമ്പാണ്. മടക്കിയെടുത്തത് ആ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണോ? അല്ലേ? തർക്കായി. എന്തു ചെയ്യും? കൃത്യമായൊരു തീരുമാനം അവിടെ വേണം. അത് വലിയ കുഴപ്പമൊന്നുമില്ല, 2 ആയാലും തർക്കമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള പദങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെയാണ് പ്രധാനമായും പണ്ഡിതന്മാരുടെ ആവശ്യം വരുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ഈ 2 അർത്ഥത്തിൽ നിന്ന് ചിലപ്പോ പല അർത്ഥത്തിന് സാധ്യത ഉണ്ടായിരിക്കും. ഈ പല അർത്ഥങ്ങളിൽ നിന്ന് ഇന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് വ്യക്തമാക്കുന്ന വേറെ വല്ല തെളിവും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആയത്തിലുണ്ടോ എന്ന് നോക്കണം, ഹദീസിലുണ്ടോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ സഹാബത്തിന്റെ ഫതാവകളിലുണ്ടോ എന്ന് നോക്കണം.
അതൊക്കെ നോക്കി എന്നിട്ടും സമായി. എന്നാൽ എന്ത് ചെയ്യും? ഖുർആന് ഹൈള് എന്നും ഹദീസിൽ അർത്ഥം കൊടുത്തു കാണുന്നുണ്ട്. ഉത്റുക്കിസ്സലാത്ത അയ്യാമ അഖ്റായിക്ക്, നിന്റെ ഖുർആകളുടെ കാലത്ത് നീ നമസ്കാരത്തെ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, ഈ രക്തസ്രാവം എന്നുള്ള രോഗം വന്നപ്പോ അപ്പൊ റസൂലുള്ള പറഞ്ഞു ഖുർആന്റെ കാലത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഹൈളിന്റെ കാലത്ത് എന്നാണ് അവിടെ അർത്ഥം. അതേപോലെ തന്നെ തുഹർ എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചത് ഹദീസിൽ കാണാം, സഹാബത്തിന്റെ ഇതിലും കാണാം, ഫത്താവകളിലും കാണാം. അപ്പൊ പിന്നെ എന്താണ് അവിടെ അത് കൊടുക്കുക? സഹാബത്തിന്റെ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടും പറയുന്നവരുണ്ട്. ഒരു കൂട്ടം സഹാബത്ത് പറയുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് തുഹുർ എന്നാണ്, ശുദ്ധി എന്നാണ്. മറ്റൊരു വിഭാഗം സഹാബത്ത് പറയുന്നു അത് ഹൈള് എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കണം. ആ ലക്ഷക്കണക്കിനായ ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ആ പരിശോധിച്ചാൽ ചിലപ്പോ അതിനെ വ്യാഖ്യാനിക്കുന്ന, അതിനെ വ്യക്തമാക്കുന്ന തെളിവ് കിട്ടും, ചിലപ്പോ അപ്പോഴും കിട്ടില്ല. ഈ വിഷയത്തിൽ അങ്ങനത്തെ ഒരു ഉദാഹരണം, അതാ ഞാൻ ഈ ഉദാഹരണം തന്നെ എടുത്തത്. ഈ ഉദാഹരണത്തിൽ വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. എങ്ങനെ പരിശോധിച്ചാലും രണ്ടിനും തെളിവ് കാണും. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ എന്ന് പറഞ്ഞാൽ ശുദ്ധി ആണ് എന്നാണ് തീരുമാനിച്ചത്. അതെങ്ങനെ തീരുമാനിച്ചു? അതിനെന്താ തെളിവ്? ഒരുപാട് തെളിവുകൾ പരിശോധിച്ചാലും, സാധാരണ നിലക്കുള്ള തെളിവുകളൊക്കെ പരിശോധിച്ചാലും രണ്ടും സമമായിട്ടേ കാണുന്നുള്ളൂ. സഹാബത്തിൽ രണ്ടും ഉപയോഗിച്ചവർ കാണുന്നുണ്ട്, നബിയെ തൊട്ടുള്ള ഹദീസുകളിൽ രണ്ടും ഉപയോഗിച്ച് കാണുന്നുണ്ട്, ഭാഷാപരമായ അർത്ഥം നോക്കുമ്പോഴും രണ്ടും ഉപയോഗിച്ചത് കാണുന്നുണ്ട്. എന്നാൽ പിന്നെ എങ്ങനെ അങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? അതിന്റെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇഷ്ടം ചെയ്യാൻ പറ്റില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ആ ഖുർആൻ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് തുഹറാണ്, ശുദ്ധിയാണ് എന്ന് പറഞ്ഞത്. കാരണം എന്താ? അവിടെ സലാസത്ത ഖുറൂഇൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. 3 ഖുർആനുകൾ എന്ന് പറയാൻ സലാസത്ത ഖുറൂഇൻ എന്നാ പ്രയോഗിച്ചത്. അറബി ഭാഷയുടെ നിയമപ്രകാരം, ഗ്രാമർ നിയമപ്രകാരം സലാസതൻ ബിത്താഇ ഖുല്ലിൽ അശ്റ في أد ما آحاده مذكرا في الضد جرد والمميز جرري جما بلفظ قلة في الأكثر. നോക്കിയാൽ കാണാം, അൽഫിയിൽ നോക്കിയാൽ കാണാം. ഈ എണ്ണുമ്പോൾ 3 മുതൽ 9 വരെ എണ്ണുമ്പോൾ, 3 മുതൽ 9 വരെ എണ്ണുമ്പോൾ എണ്ണപ്പെടുന്ന, അറബി ഗ്രാമറാണിത്, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ ഈ സലാസത്തിൽ താനെ കൊടുക്കാൻ പാടില്ല. സലാസത്ത് എന്ന് പറയാൻ പാടില്ല, സലാസുനെ പറയാൻ പാടുള്ളൂ. സലാസു നിസുവത്തിൻ, 3 സ്ത്രീകൾ. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ താനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നേരെ എതിര്. അത് സ്ത്രീലിംഗാണെങ്കിൽ ഇതിനെ പുല്ലിംഗാക്കണം, അത് പുല്ലിംഗാണെങ്കിൽ ഇതിനെ സ്ത്രീലിംഗാക്കണം. സലാസത്തു റിജാലിൻ, 3 പുരുഷന്മാർ, സലാസത്തു എന്നാ പറയാ. സലാസു നിസുവത്തിൻ, 3 സ്ത്രീകൾ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ സലാസത്ത ഖുറു എന്നാണല്ലോ പറഞ്ഞത്. സലാസത്തിനെ എന്തായിട്ടാ ഉപയോഗിച്ചത്? സ്ത്രീലിംഗായിട്ടാ ഉപയോഗിച്ചത്. അപ്പോ എണ്ണപ്പെടുന്ന ഖുറു എന്തായിരിക്കണം? പുല്ലിംഗായിരിക്കണം. നേരെ ലഫ്ളുള്ള നോക്കിയാൽ ഇത് വെറും ഒരു വജ്ഹ് മാത്രമാണ്, ഒരു മുൻഗണന നൽകാനുള്ള ഒരു പോയിന്റ് മാത്രമാണ്, ഒരു പണത്തൂക്കം മുന്നിലാവാൻ അത് കാരണമായി എന്ന് മാത്രം. അതായത് ഖുർആൻ എന്ന ലഫ്ള്, ഖുർആൻ എന്ന ആ പദം അത് പുല്ലിംഗം തന്നെ. പക്ഷെ അർത്ഥം കൊണ്ട് നോക്കിയാൽ, ഹൈള് എന്ന അർത്ഥം കൊണ്ട് നോക്കുമ്പോൾ ഖുർആൻ സ്ത്രീലിംഗമാണ്, തുഹർ എന്ന അർത്ഥം കൊണ്ട് നോക്കുമ്പോൾ ഖുർആൻ പുല്ലിംഗമാണ്. ഇവിടെ സലാസത്തിനെ താ കൊണ്ട് പ്രയോഗിച്ചത് കൊണ്ട് ഖുർആനെ തുഹർ എന്ന അർത്ഥം കൊടുക്കലാണ് കൂടുതൽ യോജിപ്പ്. അപ്പോ ഖുർആൻ എന്നത് ലഫ്ളൻ വ മഅനൻ എന്തായിരിക്കും? മുദക്കറാവും. പദവും അതിന്റെ അർത്ഥം മുദക്കറാവും, പുല്ലിംഗാവും. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാവും. പുല്ലിംഗമാണ് ഖുർആൻ എന്നത്. മനസ്സിലാവുന്നില്ലേ? ഖുർആൻ എന്നത് പുല്ലിംഗമാണ്, ലഫ്ളും പുല്ലിംഗമാണ്. തുഹർ എന്ന അർത്ഥം കൊടുക്കുമ്പോൾ അർത്ഥവും പുല്ലിംഗമാണ്. ഹൈള് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ ഹൈളത്ത് അതിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ
ഫലാസ ഖുറു എന്ന് പറയേണ്ടിയിരുന്നു. അങ്ങനെ പറയാതെ ഫലാസത്ത ഖുറുഇൻ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഏറ്റവും യോജിപ്പ് ഖുർആൻ എന്ന പദത്തിന് അതിനെ പുല്ലിംഗമായി കാണലാണ് ലഫ്ളൻ വ മഅനൻ. അതുകൊണ്ട് അതിന് ഏതർത്ഥം കൊടുക്കലാണ് ഏറ്റവും യോജിപ്പ്? തുഹർ എന്ന അർത്ഥം കൊടുക്കലാണ് യോജിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞ ഉലമാ എന്തെന്ന് പറഞ്ഞത്. വെറുതെ അല്ല. ഇതൊക്കെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കൊക്കെ പറ്റുന്ന പണിയാണോ? നമുക്ക് എന്നല്ല, സാധാരണ ഒരു വലിയ പണ്ഡിതന് പോലും പറ്റുന്ന പണിയാണോ? നമ്മൾക്കിപ്പോ മുത്തഅല്ലിമീങ്ങളല്ലേ. ഒരു വലിയ സാധാരണ ഒരു വലിയ പണ്ഡിതന് പോലും പറ്റുന്ന കാര്യമാണോ അതൊക്കെ? ഇങ്ങനെ ഒരു ഖുർആനിന്റെ ഒരു പദം പലപ്പോഴും ഒരർത്ഥമല്ല പല അർത്ഥത്തിന് സാധ്യത. ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരർത്ഥമല്ല പല അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള പദങ്ങൾ ഖുർആനിൽ ധാരാളമായി ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഒരു വാക്കിൽ നിന്ന്, ഒരു ഹർഫ് കൊണ്ടായിരിക്കും. ഖുർആനിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. എന്താണ് ഒരു കാര്യം? ഒരു വാവ് കൊണ്ട് വിഷയത്തിന്റെ ശൈലി തന്നെ അങ്ങോട്ട് മാറും. ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ ഒരു ആയത്തുണ്ട്, വലാ തഅകുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖുൻ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത്. വലാ തഅകുലു, നിങ്ങൾ കഴിക്കരുത്, മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ ബിസ്മി ചെല്ലാതെ അറുത്തതിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത്. വഇന്നഹു ലഫിസ്ഖുൻ, അത് ഫിസ്ഖാകുന്നു എന്ന്. അപ്പൊ ബിസ്മി ചെല്ലാതെ അറുത്താൽ തിന്നാൻ പാടില്ല എന്നാവും മസല വരിക. വാസ്തവത്തിൽ മസല അങ്ങനെയല്ല, ബിസ്മി ചെല്ലണം, അത് നിർബന്ധം. പക്ഷെ ബിസ്മി ചെല്ലാതെ അറുത്താൽ അത് ചവത്തിന്റെ ഹുക്കുമൊന്നല്ല. മുസ്ലിമാണ് അർത്ഥമെങ്കിൽ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം അതിൽ നിന്ന്. പക്ഷെ അള്ളാഹു ഇവിടെ നേരെ പറയുന്നു എന്തെന്ന്? വലാ തഅകുലു, നിങ്ങൾ തിന്നരുത് എന്ന്. അപ്പോ എങ്ങനെ പിന്നെ ആ മസലയും ഇതും തമ്മിൽ യോജിക്കല്? ഈ ആയത്തും അതും തമ്മിൽ യോജിക്കല്? എവിടുന്നാ പിന്നെ അവർക്ക് ആ മസല കിട്ടിയത്? അത് ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട് ആ വിഷയം. മഹാനവറുകൾ പറഞ്ഞു, വഇന്നഹു ലഫിസ്ഖുൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത് എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞത്. വഇന്നഹു ലഫിസ്ഖുൻ, അത് ഫിസ്ഖാണ്. ആ നിലയിൽ ആ വാവിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ബിസ്മി ചെല്ലാത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത്. വഇന്നഹു ലഫിസ്ഖുൻ, അത് ഫിസ്ഖാണ്, അത് വേണ്ടാത്തതാണ് എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ വാവുണ്ടല്ലോ. ആ വാവിനൊരർത്ഥം ഉണ്ടാവണമല്ലോ. ഖുർആനല്ലേ ഇത്? തുടക്കത്തിലാണ് വാവ് വന്നതെങ്കിൽ വെറുതെ വരും, ഇസ്തിനാഫ് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ വരും. ഇത് മധ്യത്തിലല്ലേ? അപ്പോൾ ആ വാവിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താ? അത് സ്വാഭാവികമായും അങ്ങനെ വരുന്നിടത്ത് ഏറ്റവും യോജിപ്പ് ഹാല് എന്ന അർത്ഥം കൊടുക്കലാണ്. ഏത് നിലയിൽ? അത് ഫിസ്ഖാണ്, ആ നിലയിൽ കഴിക്കരുത്. അപ്പൊ രണ്ട് നിബന്ധന ഒക്കുമ്പോഴേ കഴിക്കരുത് എന്നുള്ളൂ. ബിസ്മി ചെല്ലില്ല, അത് ഫിസ്ഖുമാണ്, ആ നിലയിൽ കഴിക്കരുത് എന്നാണ് അർത്ഥം. എന്താണ് ഫിസ്ഖ്? അത് അള്ളാഹു സൂറത്തുൽ അൻആമിൽ, ഈ പറഞ്ഞ ആയത്ത് സൂറത്തുൽ അൻആമിലെ 121-ാമത്തെ ആയത്താണെങ്കിൽ ആ സൂറത്തുൽ അൻആമിലെ 145-ാമത്തെ ആയത്തിൽ ഫിസ്ഖ് എന്ത് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുത്തു എന്നാണ്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പകരം ബിസ്മില്ലാത്തവൽ ഉസ്സ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അർത്ഥിരുന്നത് ബിസ്മില്ലാത്ത ലാത്തയുടെ നാമത്തിൽ, ഉസ്സയുടെ നാമത്തിൽ. അത് ശിർക്കിന്റെ നിദർശനമാണ്. അപ്പൊ അത് തിന്നാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഫിസ്ക് എന്ന് അപ്പുറത്ത് വിവരിച്ചിട്ടുണ്ട്. അതേ സൂറത്തിൽ മറ്റേ ആയത്തിൽ വിവരിച്ചിട്ടുണ്ട് ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഔ ഫിസ്കൻ ഉഹില്ല ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുത്ത ഫിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുന്ന അവസ്ഥയിൽ കഴിക്കരുത് എന്നാണ് ഈ പറഞ്ഞത് എന്ന് ആര് വിവരിക്കുന്നു? അത് എവിടുന്നപ്പോ കിട്ടിയത്? ഒരു വാവിൽ നിന്നാ കിട്ടിയത്. ഇതിപ്പോ പരിഭാഷ വായിച്ചാൽ കിട്ടുമോ സഹോദരന്മാരെ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്.
നമ്മളിങ്ങനെ അത് ഖുർആനിൽ ഇത്രയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരാ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുള്ള 1-2 ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ മനസ്സിലായ ഒരു വ്യക്തി സ്വാഭാവികമായും പിന്നെ ഇത്തരം അപകടങ്ങളിലൊന്നും പെട്ടുപോവുകയില്ല. ഇതാണ് ഖുർആന്റെ അവസ്ഥ. ഒരു വാവ് കൊണ്ട് അർത്ഥം എത്ര വ്യത്യാസം വന്നു ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഇതിപ്പോ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി അങ്ങനെ മനസ്സിലാകാൻ തുടങ്ങി, ഇതൊക്കെ അറിയുന്ന ഒരാളാണെന്ന് വെക്കുക, എന്നാൽ തന്നെ ഖുർആനിന്റെ അർത്ഥം ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. അതിനൊരുപാട് സാധ്യതകളുണ്ട്. ഓരോ ആയത്തിൽ നിന്നും 60,000 അർത്ഥങ്ങളെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നാണ്. കണ്ടോ? 60,000 അർത്ഥമെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നാ പറഞ്ഞത്. ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഖുർആന് എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിന്റെ വ്യാഖ്യാനമായി ഒരു 70 ഒട്ടകത്തിന് ചുമക്കാൻ കഴിയുന്നത് എഴുതിയുണ്ടാക്കാൻ എനിക്കിപ്പോൾ കഴിയും എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അബൂദർദാ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായിട്ട് കാണാം, ലാ യഫ്ഖഹു റജുലു കുല്ലൽ ഫിഖ്ഹി ഹത്താ യജഅല ലിൽ ഖുർആനി വുജൂഹാ. ഒരു മനുഷ്യന് യഥാർത്ഥ ഫഖീഹാവുകയില്ല ഖുർആനിന് വിവിധങ്ങളായ വജ്ഹുകളിലൂടെ അർത്ഥം നൽകാൻ കഴിയുന്നത് വരെ. അതിന് കഴിയും അവന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും മുഴുവനും ഇൽമു ഒരാൾ ഉദ്ദേശിക്കുന്നോ ഫൽയുസവ്വിറിൽ ഖുർആൻ, ഖുർആനിനെ എഴുതുമറിച്ചോളൂ എന്നാണ്. ഖുർആനിനെ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ മതി. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ബഹുമാനപ്പെട്ട സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ അങ്ങനെ ഓർത്തു പോവാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായപ്പോ നവ്വറല്ലാഹു മർഖദഹു, പലരും പലതും പറഞ്ഞു അവരെ സംബന്ധിച്ച്. ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദാണ്, ഈ കാലഘട്ടത്തിലെ ഗസാലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പല രൂപത്തിൽ ആ മഹാനവറുകളെ പുകഴ്ത്തി. പക്ഷെ അന്ന് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വാക്ക് ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞതായിരുന്നു. ശിഹാബ് തങ്ങള് പറഞ്ഞത് എന്താ? ചെറിയൊരു വാക്കാ, ഖുർആനിന്റെ ആഴം അറിഞ്ഞ പണ്ഡിതൻ. ഞാൻ അന്ന് ആ വാക്കിലൂടെ അത് കണ്ടപ്പോ ശിഹാബ് തങ്ങളാണ് എനിക്ക് മനസ്സിലായതെന്ന്. കൂടുതൽ ഇത് അധികം ആൾക്കാർക്കും അറിയില്ലോ. ഇങ്ങനെ ഖുർആനിന് ഇങ്ങനെ ഒരു ആഴം ഉണ്ടെന്നും അത് ബഹുമാനപ്പെട്ടവരൊക്കെ ആ നീങ്ങുന്ന ആ ശൈലിയാണെന്നും മനസ്സിലാക്കിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങള്. അതൊക്കെ അതിൽ നിന്ന് മനസ്സിലായത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു. അപ്പൊ ഖുർആനിന്റെ ആഴം അറിഞ്ഞ പണ്ഡിതൻ. അപ്പൊ ഖുർആനിന്റെ ആഴം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ എന്നല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽഫസാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് സർഹിന്ദി തങ്ങൾ പറഞ്ഞത്, നമ്മളുണ്ടല്ലോ ഖുർആനിന്റെ നേരെ അർത്ഥം തിരിയാത്തതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന മുതശാബിഹായ ആയത്തുകൾ, യാസീൻ, അലിഫ് ലാം മീം തുടങ്ങിയുള്ള അങ്ങനത്തത് അല്ലാത്തതുമുണ്ട്. അങ്ങനെ ഒരുപാട് ആയത്തുകൾ മുതശാബിഹാണ്. മുഹ്കമായതുകൊണ്ട് മുതശാബിഹുണ്ട്. മുഹ്കമ് അതുകൊണ്ടാണ് നമ്മൾ ഹുക്ം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുതശാബിഹായ ആയത്തുകളുണ്ട്. ഈ ആയത്തുകള് വസിഅ കുർസിയ്യു സമാവാതി വൽ അർദ് ബിയദിഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, ഇങ്ങനെയുള്ള ഈ ആയത്തുകള് ആ മുതശാബിഹിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞെന്താ? നമ്മൾ പറയാറ് നമുക്കത് തിരിയില്ല. നമ്മുടെ സാധാരണ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അവർക്ക് തിരിഞ്ഞില്ല എന്നല്ല, അവർ പറയാറ് എന്താണ്? അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി, ഇതുകൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അല്ലാഹ്ക്കേ അറിയുള്ളൂ നാം. എന്നാൽ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഈ മുഹ്കമാണ് ഖുർആനിന്റെ യഥാർത്ഥ ആത്മാവ് എന്നാണ്. അല്ല, ഈ മുതശാബിഹായ ആയത്തുകളാണ് ഖുർആനിന്റെ യഥാർത്ഥ ആത്മാവ്. ഈ മുഹ്കമായ ആയത്തുകൾ, കാര്യങ്ങൾ വ്യക്തമാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്തുകൾ, അതിന്റെ പൊരുളുകൾ, അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ, അതിന് വിവിധങ്ങളായ 60,000 70,000 രൂപത്തിൽ അതിന് അർത്ഥം നൽകാന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം തന്നെ ഈ മുതശാബിഹായ ആയത്തുകളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു സമുദ്രത്തിൽ ഒരിറ്റു വെള്ളം പോലെയാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എന്നിട്ട് ഉപരി പറഞ്ഞു, എന്താ പറഞ്ഞത്?
ഇവർ പറഞ്ഞു കാരണം ഈ മുഹ്കമായ ആയത്തുകൾ നാമുമായി ബന്ധപ്പെട്ടതാ, മുത്തശാബിഹ ആയത്തുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ടതാ. കണ്ടാ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവാത്തത്. നമ്മൾ ഇത് വെച്ചിട്ടല്ല അതിന് വ്യാഖ്യാനം നൽകി. അതാ മുത്തശാബിഹ് എന്ന് പറയുന്നതും. ഈ നിലയ്ക്ക് തശാബുഹ് തോന്നും ആളുകൾക്ക്. ഈ ഭൗതികമായ വിഷയങ്ങളോട് തുലനം ചെയ്തിട്ടല്ലേ നമ്മൾ കാര്യം മനസ്സിലാക്കുക, കയ്യും കാലും അലിഫ്ലാമിയും ഒക്കെ വരുമ്പോ. എന്നാൽ അതുകൊണ്ട് അതിനൊരു തശാബുഹ് അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ അതല്ല ഇവിടുത്തെ മുറാദ്. അതുകൊണ്ട് അത് അള്ളാന്റെ ലോകവുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാന്റെ മലക്കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മാഹിയ ഇല്ല ഫമാ യകൂനു ഖദ്റുൽ മുഹ്കമാതി ബിജംബിൽ മുതശാബിഹാതി ഇല്ലാ കൽ ഖത്റതി ബിജംബിൽ ബഹരീൻ. ഒരു സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയാണ്. ഖുർആനിലെ അധികായത്തുകൾ മുഹ്കമാത്താണ്. ആ മുഹ്കമായ ആയത്തുകൾ അതിനുള്ള ഈ വിശാലമായ അർത്ഥവ്യാപ്തി ഒക്കെ കൂടിയിട്ട് ഈ മുതശാബിഹിന്റെ ലേക്ക് ചേർത്ത് നോക്കുമ്പോ അങ്ങനെയാണ് എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അത് തിരിയേണ്ടവർക്ക് തിരിയും. അപ്പൊ ആ നിലക്കുള്ള ഖുർആൻ, ആ ഖുർആനിനെ നാം എന്തു ചെയ്യണം? വളരെ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് അത് നോക്കിയും കൊണ്ട് നമ്മൾ പറയുന്നതാണോ ശരി, മറ്റൊരു പറയുന്നതാണോ ശരി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്തല്ല, സാധാരണ ഒരു പണ്ഡിതന് പോലും സാധിക്കുന്ന പണിയല്ല. സാധാരണ ഒരു പണ്ഡിതന് പോലും സാധിക്കുന്ന പണിയല്ല. പല ആയത്തുകളും അത് അവിടെ പറയുന്ന, അവിടെ പ്രത്യക്ഷത്തിൽ പറയുന്ന കാര്യം അവിടെ ഉദ്ദേശമേ അല്ലാത്തതിന്റെ ആയത്തുകളിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഹുറിമത്തെ അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും സൂറത്തു നിസായിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ ഉമ്മമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, പെൺകുട്ടികളെ മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു വറബായിബുക്കും, നിങ്ങളുടെ പോറ്റുമക്കൾ, അല്ലാത്തി ഫി ഹുജൂരിക്കും, നിങ്ങളുടെ മടിയിൽ വളർന്നിട്ടുള്ള പോറ്റുമക്കൾ എന്ന്. നിങ്ങളുടെ സംരക്ഷണത്തിലായി ശിക്ഷണത്തിലായി വളരുന്ന, നിങ്ങളുടെ മടിയിൽ കിടർന്ന് വളരുന്ന നിങ്ങളുടെ പോറ്റുമക്കൾ. പോറ്റുമക്കൾ എന്ന് പറയാ ആർക്കാ? നമ്മൾ പിറക്കാത്ത മക്കൾ എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞാല് ഒരാൾക്ക്, അയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹത്തിൽ പെൺകുട്ടിയുണ്ട്, മറ്റൊരു വിവാഹത്തിൽ പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു വിവാഹത്തിൽ ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. ഇത് മെഹ്റമാണ്, മനസ്സിലായ? അവരെ കെട്ടാൻ പാടില്ല. ഈ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ആ സ്ത്രീക്ക് വേറൊരു വിവാഹത്തിൽ ഉണ്ടായൊരു പെൺകുട്ടി വേറെയുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് ഈ സ്ത്രീയുമായി ദാമ്പത്തിക ബന്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഈ കുട്ടി വളർന്നത് ഇയാളുടെ കൂടെ ആവട്ടെ, അതല്ല മറ്റേതെങ്കിലും വീട്ടിലാവട്ടെ, എങ്ങനെയായാലും ശരി. പക്ഷെ ഖുർആൻ പറയുന്നതോ റബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും, നിങ്ങളുടെ മടിയിൽ വളർന്ന പോറ്റുമക്കൾ എന്നാണ്. അപ്പോ മടിയിലല്ലാതെ വളർന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംരക്ഷണത്തിലല്ലാതെ ആ കുട്ടി വളർന്നത് ആ കുട്ടിയുടെ ഉപ്പാടെ വീട്ടിലാണ്. എന്നാലോ ഇയാൾക്ക് വിവാഹം കഴിക്കാന്നാണോ? ഈ ഉമ്മാനെയും പിന്നെ ആ മോളും വിവാഹം കഴിക്കാന്നാണോ? അല്ല, ഇജ്മാ ആണ്. മുസ്ലിം ലോകം ഏകാഭിപ്രായക്കാരാണ്. ആ കുട്ടികൾ ഇവന്റെ കീഴിൽ വളരട്ടെ, മറ്റാളുടെ കീഴിൽ വളരട്ടെ, ആര് കീഴിൽ വളർന്നാലും ശരി, പാടില്ല എന്ന്. ഖുർആൻ അവിടെ പിന്നെന്തിനാ അങ്ങനെ പ്രയോഗിച്ചത്? ആ പ്രയോഗിച്ചതിന്റെ അർത്ഥം എന്താണ്? അത് നസ്ഖൊന്നുമല്ല, ആ പ്രയോഗിച്ചത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ്. അത് അവിടെ ഒരു ഖൈദായും കൊണ്ട്, അതൊരു മറ്റ് അല്ലാത്തതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു നിബന്ധനയായും കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങളുടെ മടിയിൽ കിടന്ന് വളരേണ്ടവരല്ലേ അവരെ പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു ബോധം നൽകലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ അവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ മകളായതുകൊണ്ട് നിങ്ങളുടെ മക്കളെ പോലെ തന്നെ നിങ്ങളുടെ മടിയിൽ കിടന്ന് വളരേണ്ട ഒരു അവസ്ഥയല്ലേ ആ കുട്ടികൾക്കുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളെ വിവാഹം കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന ആ ഒരു വലിയ മാനവികത, ആ മനുഷ്യത്വം, ഒരു ധാർമ്മികമായ ആ മാനസിക അവസ്ഥ അത് ബോധ്യപ്പെടുത്തുക, അതിലേക്ക് ഉണർത്തലാണ് അവിടെ ഖുർആൻ ഉദ്ദേശിച്ചത്. എന്തല്ല, ഖൈദല്ല. പക്ഷെ ഇതാർക്ക് മനസ്സിലാവും? ഒരു പരിഭാഷ വായിച്ചിട്ട് പറയാണ്, എന്റെ ഭാര്യയ്ക്ക് ഒരു പെൺകുട്ടിന്റെ എന്റെ അടുത്തൊന്നല്ല വളരുന്നത്, ഞാൻ അവിടെ ഓളെ വിവാഹം കഴിക്കാണ്, അപ്പൊ ഉമ്മയും മോളും ഒരാളെ ഭാര്യ, എന്താ ചെയ്യല്? അങ്ങനെയും പറഞ്ഞോടെ ഒരാൾക്ക്. അപ്പോ
അതാണ് ഖുർആനുമായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു മഹാസംഭവമാണ്, അള്ളാന്റെ കലാമ. ആ അള്ളാന്റെ കലാമാണ്, ഇത് കളിക്കുട്ടികൾ ഉണ്ടാക്കിയതല്ല. അള്ളാന്റെ കലാമാണ്. അതിൻ്റെതായ ഗൗരവം അതിലുണ്ടാവണം. അതിലെ പ്രതിപാദ്യ വിഷയങ്ങളോ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയമല്ല, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് അതിലെ വിഷയങ്ങൾ. ആ നിലക്ക് ആ ഖുർആൻ ആ നിലക്കാണെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് ഏകദേശം വിശുദ്ധ ഖുർആനിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് സ്വയം വേണ്ടി വന്നാൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന വിധത്തിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവുമല്ലോ. ഇനി ഇതുപോലെ നിങ്ങൾ പരിശോധിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. ഉദാഹരണ സഹിതം മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ആർക്കും പിന്നെ അതിൽ സംശയം വരില്ല. ആ നിലക്ക് ഖുർആനിന്റെ ആ മഹത്വം, ഖുർആനിന്റെ ആ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറഞ്ഞത് പിന്നെ എന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ അതിന്റെ ദിക്റിന് നാം എന്ത് ചെയ്തിരിക്കുന്നു? എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എവിടെ ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ ആളുണ്ടോ എന്നാണ്. ഈ പറഞ്ഞതിന് ഇവരീ പറയുന്നത് പോലെയുള്ള ഒരു ബാഹ്യമായ അർത്ഥമാണെങ്കിൽ എളുപ്പാണ്. പിന്നെന്തിനപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നവരിപ്പോ കുറെ ഉണ്ടല്ലോ. അള്ളാഹ് എവിടെ, പിന്നെ എന്തിനാ അങ്ങനെ എവിടെ മുദ്ദക്ക് ചിന്തിക്കുന്നവരെ എവിടെ എന്നെന്തിനാ ചോദിക്കുന്നത്? അതൊന്നുമല്ല അവിടെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യസ്സർനാഹു ബിലിസാനിക. ഇവിടെ വലഖദ് യസ്സർനാണെങ്കിൽ അപ്പുറത്ത് ഇന്നമിട്ടിട്ടാ പറഞ്ഞത്. ആ എളുപ്പമാക്കി എന്ന് പറഞ്ഞത് അത് ഓരോരുത്തരും ഖുർആൻ അങ്ങോട്ട് നോക്കിയിട്ടല്ല, അത് തങ്ങളുടെ നാവിലൂടെ മാത്രം എളുപ്പമാക്കി. ആ തങ്ങളുടെ നാവിൽ എങ്ങനെയാ വരുന്നത്? ഇന്ന അലൈന ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. അതിനെ നാം ഓതിത്തരും, അതിനെ നാം ജംഅ് ചെയ്യും, അതിനെ നാം ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് നാം തന്നെ അതിനെ വിശദീകരിക്കും. അല്ലമഹു ശദീദുൽ ഖുവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇന്നക തുലഖൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. പിന്നെ അല്ലാഹുവിന് നേരിട്ട് തന്നെ അതിന്റെ വിശദീകരണം കിട്ടുന്നു. ഇന്നക തുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ ഖബീർ. ഹകീമും ഖബീറുമായ അല്ലാഹുവിൽ നിന്ന് തന്നെ ഈ ഖുർആനിനെ നേരിട്ട് സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിആ. ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നു എങ്കിൽ പർവ്വതം പൊടിയുമായിരുന്നു, പിളരുമായിരുന്നു, പേടിച്ച് വിറക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. എന്തിനാ പിന്നെ അത് പറഞ്ഞത്? ഓരോ ഗ്രന്ഥത്തിന്റെ മഹത്വവും അതിന്റെ ഗാംഭീര്യവും അതിന്റെ ഉത്ഖനവും ഏതിനനുസരിച്ചാണ്? ഗ്രന്ഥകർത്താവിനനുസരിച്ചാണ്, അല്ലേ? ആ ഗ്രന്ഥകർത്താവ് ഇന്ന ഭൂഷണൊക്കെ കിട്ടിയ ആളാണ്, ഇന്ന സർട്ടിഫിക്കറ്റുകൾ കിട്ടിയ ആളാണ്, പിന്നെ എന്താ പറയാ ആദരവുകൾ ലഭിച്ച ആളാണ്, ആ ആളെ സംബന്ധിച്ച് ഇന്ന സാഹിത്യകാരൻ പറഞ്ഞത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും വലിയ ആൾ എഴുതിയ ഒരു കിതാബ്, ഒരു പുസ്തകം ആവുമ്പോ അതൊരു വലിയ കിതാബ് തന്നെ ആയിരിക്കണം, അത് വായിക്കേണ്ടതുണ്ട് എന്നൊക്കെ അല്ലേ നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്, അല്ലേ? എന്നാ ഇവിടെ അള്ളാഹു എന്റെ ഈ ഗ്രന്ഥത്തെ ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയാൽ പർവ്വതം പൊടിയും എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്തുന്നു. ഹുവല്ലാ. ആ നമ്മൾ എന്ന് പറഞ്ഞ ആൾ ആരാറിയോ? ഈ ഖുർആൻ ഇറക്കിയത് ആരാറിയോ? അത് ആരുടെ കലാമെന്നറിയോ? ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ. കണ്ടോ? രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബർക്ക് കിതാബാണിത്. അതിൽ രഹസ്യം ഉണ്ടാവും, പരസ്യം ഉണ്ടാവും.
അതിൽ ലഹുറുണ്ടാവും ബത്തുനുണ്ടാവും. നോക്ക് നിങ്ങൾ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. ഈ പറഞ്ഞ സിഫാത്തുകളൊക്കെ ഒരുമിച്ച് കൂടിയ പടച്ച റബ്ബിന്റെ കലാമാണ് ആ കലാമ് പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയാൽ അത് പർവ്വതം പൊടിയെന്നാണ് പറഞ്ഞത്. ആ കലാമാണ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലിറക്കിയിട്ട് അള്ളാന്റെ റസൂലിന് അത് അള്ളാഹ് തന്നെ അതിന് വിശദീകരിച്ചു കൊടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ അത് വരണം. എന്നിട്ട് ആ വിശദീകരണം വരണം. അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ മാത്രമാണ് ഓരോരുത്തരും ഖുർആൻ ഇവിടെ മറിച്ചു വെച്ച് അപ്പുറത്തെ ഡിക്ഷണറി മറിച്ചു വെച്ചിട്ട് ഇങ്ങനെ തന്നിഷ്ടം ഖുർആൻ അർത്ഥം വെച്ചാൽ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആൻ അർത്ഥം വെച്ചാൽ അത് അവന്റെ സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തോട്ടെ. ഉറപ്പാ. അള്ളാന്റെ കിതാബ് കൊണ്ട് കളിച്ചാൽ ഇത് മനസ്സിലാക്കണം. അപ്പോ ഇനി അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ മനസ്സിലാക്കൽ അതാണ് ഇനി നമുക്ക് നാളെ പറയാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. ഖുർആൻ ആദ്യമായി അള്ളാഹ് റസൂലിന്റെ നാവ്, ഇനി റസൂലിന്റെ നാവിലൂടെ അതാണ് സുന്നത്ത്. റസൂലിന്റെ ജീവിതം മുഴുവനുമാണ് സുന്നത്ത്. അതിനെ എങ്ങനെ മനസ്സിലാക്കണം? അത് ആണ് ഇൻഷാ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതെല്ലാം അവന്റെ പൊരുത്തത്തിൽ ആക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാറാവട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ പറഞ്ഞതും കേട്ടതുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. ഇതെല്ലാം നീ തൃപ്തിപ്പെടുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നിന്നെ സംബന്ധിച്ച്, നിന്റെ കിതാബിനെ സംബന്ധിച്ച്, നിന്റെ ഹബീബിനെ സംബന്ധിച്ച്, നിന്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും സ്വയം ഫലപ്പെടുവാനും മറ്റുള്ളവർക്ക് ഫലപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, സന്തോഷത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ, സിഹത്തോടെ നിന്റെ ത്വാഅത്തിലും മർളാത്തിലുമായും കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും സ്നേഹിച്ചവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വക പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന എല്ലാവർക്കും നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് നിന്റെ സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പരിപൂർണ്ണ മുഅ്മിനായി നല്ല സന്തോഷത്തിൽ നല്ല സമയത്ത് മരിച്ചു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കും നൽകണേ റഹ്മാനെ. മരണശേഷം ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സന്തോഷപ്രദമാക്കണേ റഹ്മാനെ. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله الحمد لله رب العالمين. السلام عليكم ورحمة الله.